ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ രാമായണം പാരായണം 2025 31-ാമത്തെ ദിവസം. ഇന്ന് സമാപന സെഷനിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. രാമായണത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഈ മാസം ഒരുപാട് ബൗദ്ധിക്, ഗണവിചാർ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പല ചർച്ചകളിലും ഭാഗവഹിച്ചു. നമ്മൾ അതേപോലെ പാരായണത്തിൽ തന്നെ വിവിധമായിട്ടുള്ള സ്പെഷ്യൽ പാരായണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൺക്ലൂഡിംഗ് സെഷൻ ആയതുകൊണ്ട് ഇന്ന് ചില പ്രത്യേകതകളുണ്ട്. ആദ്യമായി പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് നമുക്ക് ദീപം കൊളുത്തലിലേക്ക് കടക്കാം. പ്രാർത്ഥനയ്ക്കായി ഞാൻ ഗിരിജ അക്ക, സിന്ധു അക്ക, സോന അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി ഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മം ഗുരുർവിഷ്ണുഃ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരബ്രഹ്മ ഗുരുർസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അടുത്തത് ദീപം തെളിയിക്കാനായി ഡോക്ടർ KB സുജാതയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരി ഓം. ഹരി ഓം. അടുത്തത് രാമായണ പാരായണം തുടങ്ങാം. അതിനായി ഇന്ന് പാരായണം ചെയ്യുന്നവർ ജയശ്രീ കെ അക്ക, സരോജിനി അക്ക, രമ അക്ക, ഡോക്ടർ KB സുജാത അക്ക. ആദ്യമായി ജയശ്രീ കെ അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമന്റെ രാജ്യാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ. മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ. മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുത വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു. നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്ന് അളകാപുരി പൊക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിരു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ
സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവ് ഇംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരുക്കിയിടുകെല്ലാമെന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസാ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്ത് സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യാലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ഡലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുതാ. വാനര നാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യാലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളാലമാർ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരീമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായി അനാരദം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിര തുല്യമാം താതാലയം കണ്ടു. വന്നിച്ചകമ്പുക്കു മാതാവു തൻ പദം വന്നിച്ചിതന്യ പിതൃപ്രിയമാരെയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ. ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം. സൗഖ്യേന വാഴ്വതിന്നോരോ ഗ്രഹങ്ങളിൽ ആക്കുക വേണം അവരെ വിരയനീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേവിനാ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമമ്മാറു നീ കഴിച്ചിടണം. അംഗദനാദികളോടും യഥാവിധി
നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൾ പുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ്കെട്ടി വാരിയും പൂജിച്ചു കൊണ്ടുവരികെന്ന് അയച്ചോരളവർ കൊണ്ടുവന്നിടിനാറങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാപാലി ഗൗതമൻ വാത്മീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിടൂ. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങന്യൂന ശോഭം ജപിച്ചാർ മറകളും. നക്തഞ്ചരീന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാൻ. ലോകപാലന്മാർ ഉപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനും. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദുർവാദള ശ്യാമളം കോമളം പത്മവത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം. പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം. രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധവ വംശ സമുദ്ഭവം. രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം. ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ തേ നമ. കുണ്ഡലീനാഥ കൽപ്പായ നമോ നമ കുണ്ഡലമണ്ഡിത ഗന്ധായ തേ നമ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ. ആദിമധ്യാന്തഹീനായ നമോ നമോ. വേദസ്വരൂപായ രാമായ തേ നമ. വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമ. വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ. ചന്ദ്രചൂഢൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ. കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ. ത്വത്പ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നീവണ്ണം ഓരോ തരം ആപത്ത് വന്ന
അതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യമും ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയണമോ? എല്ലാം ഭവത് കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശ വിനാശകനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ ത്വൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു, ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത്പുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്ന് തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയും ഉണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്റെ വാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവ സംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട് അനാരതം സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ. നിൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ രക്ഷിച്ചു ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നഗതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരംപുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗെ നടക്കുമാറില്ല. ഇനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്ന് ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിതേ. രക്താരവിന്ദാഭപൂണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ട് ഗദ്യവാദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കും ഉള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യാ കണക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിത് പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതം അദ്വയമേകമനാമയം ഭാവനയാ ഭഗവത്പാദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ.
സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദരവാനര താപസ രാക്ഷസഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം രാമമഭിഷേക തീർത്ഥാർദ്ധ വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചർവായതഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ഹരി ഓം. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘൂത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യം അനഘമനുപമം ആദിത്യപുത്രനു നൽകിനാനാദരാൽ ആതിഥേയാധിപപുത്രതനയനും അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനിങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്യുതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൽ. ഭർത്തൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോടു ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാർ ഉൾക്കമലത്തിൽ നിനക്കു മനോഹരേ. നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ. എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൻ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതു. ആനന്ദപരവശനായി മധുരാക്ഷരം മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീരാവരിച്ചു കൊൾകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ട ദയാനിധേ. മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കേണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ. ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീതാക്ഷനായവൻ
വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയ പാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പുക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ. മത്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേഖഭാവം ഭജിച്ചിടുകെന്നോടു നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്തവ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രങ്ങളാഭരണങ്ങളും മാല്യ കളഭഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഢഗാഠം പുണർനാദരാൽ. മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ത പൂകെന്നയച്ചരുളീടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ത പൂക്കു സുഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോ തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകെന്നു പുൽക്കി കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദമുൾക്കൊണ്ടുപോയാരവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ. ചരണാംബുജേ മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ക നീ നാശമരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു. മുക്താഫല മണിസ്വർണഭാരങ്ങളും ആവോളവും പുണർ കൊടുത്താശു പോവാനയച്ചാവിർമുത പുണർനീടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടും ആതങ്കമൊഴിച്ചു സുഖിച്ചു വാണിടിനാൻ. ലങ്കയിൽ ചെന്ന് സുഹൃജ്ജനത്തോടും ആതങ്കമൊഴിച്ചു സുഖിച്ചു വാണിടിനാൻ. ഹരി. ശ്രീരാമന്റെ രാജ്യഭാരോഹം. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദവ്യ ദുഃഖം വനിതമാർക്കിൽ ഒരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരുത്തർക്കുമില്ലല്ലോ. ബാലമരണം അകപ്പെടുമാറില്ല കാലേ വരിഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകയില്ലാരുമേ.
എല്ലാവനും ഉണ്ടനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞു ഒരു ചിന്തയില്ല ആർക്കുമേ. നോക്കുമാറില്ല ആരുമേ പരതാരങ്ങൾ, ഓർക്കുകയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുണ്ടു, നിന്നയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽപരം. വൈകുണ്ഠ ലോകഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാൻ. അധ്യാത്മരാമായണം ഇതെത്രയും അത്യുത്തോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തി ലഭിക്കും, അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം, ശത്രുവിനാശം അനാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം, സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം. ഭക്തിയാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായും വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും, അർത്ഥി കേട്ടിടിയിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും, അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂത ദൈവാത്മോത്തമായുടൻ ഉണ്ടാകുന്ന ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവ പിതൃഗണ താപസമുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കും അത്യരം. കൽമഷമെല്ലാം അകലെയും അത്രയല്ല ധർമാർത്ഥകാമ മോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കിലും. സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ. ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും, ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഇനിയും അനുഗ്രഹ പ്രഭാഷണത്തിനായി ഡോക്ടർ കെ ബി സുജാതയെ ക്ഷണിച്ചുകൊള്ളുന്നു. അക്ക 15 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹരി ഓം. ഓക്കെ. ഹരി ഓം. ഹരി ഓം. ശ്രീരാമപാദങ്ങളിൽ നമസ്കാരം. അങ്ങനെ 31 ദിവസം കൊണ്ട് SPYSSന്റെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് രാമായണം പൂർണ്ണമായി തന്നെ പാരായണം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. രാമായണത്തിന്റെ സത്തയായ ഈ പൈതൃക സ്വത്ത് എല്ലാവർക്കും നമ്മൾ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കഥ നമുക്ക് മുഴുവിക്കണ്ടേ. ഇന്നലെ ശ്രീരാമ സീത ലക്ഷ്മണന്മാരും പരിവാരങ്ങളും അയോധ്യയിൽ പ്രവേശിച്ചതും ഭരതനെയും ശത്രുഘ്നെയും കണ്ട് പരസ്പരം കഥകൾ പറഞ്ഞതും ആലിംഗനം ചെയ്തതും മറ്റും ഗിരിജാക്ക വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഭരതൻ ശ്രീരാമന് രാജ്യം സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് 10 മടങ്ങ് രാജഭണ്ഡാരം, അതായത് ധനം ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങേക്ക് രാജ്യം തിരിച്ചു തരുന്നതെന്നും ഇനിയിപ്പോൾ അങ്ങയുടെ ചുമതലയാണ് രാജ്യം രക്ഷിക്കേണ്ട, രാജ്യം മാത്രമല്ല ഞങ്ങളെയും രക്ഷിക്കേണ്ടത് അങ്ങയുടെ ചുമതലയാണെന്ന് ഭരതൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വീണ്ടും പുഷ്പക വിമാനത്തിൽ കയറി വസിഷ്ഠൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി വസിഷ്ഠനെ വിളിക്കുന്നു. അപ്പോൾ വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നതാണ്, രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചതും ലക്ഷ്മീപതിയായ രാമനോട് അന്നേരം എന്നാണ് കവി പറഞ്ഞത്. വസിഷ്ഠൻ ശ്രീരാമനോട് രാജ്യഭാരം ഏൽക്കാൻ പറയുകയാണ്. കാരണം രാമന്റെ കൈകളിൽ രാജ്യം ഭദ്രമാണെന്ന് മുനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മസ്വരൂപൻ ആത്മരാമൻ ഈശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗളൻ തൻ മഹാമായ സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംസ്കരിക്കുന്നവനാണ്. സത്യസ്വരൂപനും സനാതനുമായ ഈശ്വരനാണ് ശ്രീരാമൻ എന്ന് മുനിക്ക് അറിയാമായിരുന്നു. അതിനുത്തരമായി രാമൻ പറയുന്നതോ,
മാനസേ ഖേദമുണ്ടാകരുത് ആർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എന്ന് രാമൻ പറഞ്ഞനുസരിച്ച് ഭരതൻ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കൂട്ടുന്നു. രാമന്റെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും, ഭരതൻ ഉൾപ്പെടെ, ജടയും താടിയും എല്ലാം കളഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് എല്ലാവരും, വാനര നാരികൾ ഉൾപ്പെടെ, രഥത്തിലും കുതിരകളിലും ആനപ്പുറത്തും കുറച്ചുപേർ നടന്നും വാദ്യഘോഷങ്ങളോടുകൂടി അയോധ്യയിൽ പ്രവേശിക്കുന്നു. ശ്രീരാമനാണെങ്കിൽ 14 വർഷത്തിന് ശേഷം താതമന്ദിരത്തിലേക്ക്, 14 വർഷത്തിന് മുമ്പ് അവിടുന്ന് പോയപ്പോഴാണ് അച്ഛൻ മരിക്കുന്നതും, അതിനുശേഷമാണ് ഇപ്പം അഭിഷേകത്തിനായി അവിടെ പ്രവേശിക്കുന്നത്. അമ്മയെ നമസ്കരിക്കുന്നു. ഭരതനോട് എല്ലാ ചുമതലയും കൊടുത്തിട്ട് അഭിഷേകത്തിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ പറയുന്നു. മുനിമാർ രാമനെ രത്നസിംഹാസനത്തിൽ ഇരുത്തി ഇടതുഭാഗത്ത് സീതയെയും ഇരുത്തി വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി മുതലായ മുനിമാരോടുകൂടി അഭിഷേകം ചെയ്യുന്നു. ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസുകൾ എല്ലാവരും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു, ഭഗവാനെ ഭജിക്കുകയും ചെയ്യുന്നു. രാവണനെ നശിപ്പിച്ച ദയാപരനായ രാമനെ ശിവപാർവതിമാർ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ്: രാമായ ശക്തിയുക്തായ നമോ നമഃ, ശ്യാമള കോമള രൂപായ തേ നമഃ, ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ, ആദിമത്യാന്തഹീനായ നമോ നമഃ, വേദസ്വരൂപായ രാമായ തേ നമഃ. മറ്റു ദേവതകളും എല്ലാവരും ശ്രീരാമനെ സ്തുതിക്കുന്നു. അതില് ആദിത്യ, രുദ്ര, വസു പ്രമുഖന്മാർ സ്തുതിക്കുന്നത് രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. യക്ഷന്മാർ, കിംപുരുഷന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, ഉരകങ്ങൾ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു. വാനരാദികൾക്ക് വേണ്ടി ശ്രീരാമൻ പ്രത്യേകം അനുഗ്രഹങ്ങൾ നൽകുന്നു. ശ്രീരാമൻ രാജ്യം ഭരിച്ചു തുടങ്ങുന്നു. വിശ്വംഭരാ പരിപാലനം ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ, സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഈ ഗ്രഹങ്ങളും. ഭൂമിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ബ്രാഹ്മണർക്ക് ശ്രീരാമൻ ദാനങ്ങൾ ചെയ്യുന്നു. ഒരുപാട് പശുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എല്ലാം വാരിക്കൊടി കൊടുക്കുന്നു. അംഗദന് തോൾവള, സീതയ്ക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു ഹാരം നൽകുന്നു. സീത ഈ ഹാരം കയ്യിലെടുത്തിട്ട്, മുത്തുമാല, രത്നഹാരം കയ്യിലെടുത്തിട്ട് ശ്രീരാമനെ നോക്കുന്നു, ഹനുമാനെ നോക്കുന്നു. ശ്രീരാമന് മനസ്സിലായി. ശ്രീരാമൻ സീതയോട് പറയുന്നു, ഏറ്റവും പ്രിയനായ, ഏറ്റവും ഇഷ്ടനായ ഒരാൾക്ക് അത് സമ്മാനിച്ചോളാൻ പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സീതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹനുമാനാണ്. കാരണം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ദൂതുമായി ചെന്ന ഹനുമാനാണ് സീതയെ രക്ഷിക്കാനുള്ള ഉപായവും സീതയെ കണ്ടെത്തുന്നതും. ആ ഒരു ആഹ്ലാദം മനസ്സിലുള്ളത് കൊണ്ട്, ആ ഒരു ബന്ധം മനസ്സിലുള്ളതുകൊണ്ട് ഹനുമാന് കൊടുക്കുന്നു ആ വിലപിടിപ്പുള്ള മാല. ഹനുമാനോട് എന്തു വരമാണ് വേണ്ടതെന്ന് ശ്രീരാമൻ ചോദിക്കുമ്പോൾ ഹനുമാൻ ആവശ്യപ്പെട്ടത് ശ്രീരാമനാമവും ചരിത്രവും ഈ ഭൂമിയിലുള്ള നാൾ വരെ ഭൂമിയിൽ വാഴണമെന്നും രാമജപ സ്മരണ ശ്രവണങ്ങളിൽ എപ്പോഴും മുഴുകണമെന്നാണ് ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞത്. എത്ര കേട്ടാലും മതി വരാത്തതാണ് രാമനാമം. ഇളക്കമില്ലാത്ത രാമഭക്തി എനിക്കുണ്ടാകണം, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് ഹനുമാൻ പറയുന്നു. ഹനുമാൻ പിന്നീട് അവിടുന്ന് വളരെ പ്രയാസപ്പെട്ടു പോയി. ഇപ്പോഴും ഹിമാലയത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിക്കുന്നത്, മൽ കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. സീതാദേവിയും ഹനുമാനെ അനുഗ്രഹിച്ചയക്കുന്നു. ഹനുമാൻ ചിരഞ്ജീവിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് ഗുഹൻ, സുഗ്രീവൻ, ജനകൻ, വിഭീഷണൻ എന്നിവരെ എല്ലാവരും ശ്രീരാമൻ ആശീർവദിക്കുന്നു. പിന്നീട് രാജ്യം ഭരിച്ചു തുടങ്ങി. അതിൻ്റെ ഫലം നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ്. അശ്വമേധ യാഗങ്ങൾ ചെയ്യുന്നു. പ്രജകൾക്ക് എല്ലാ സൗഖ്യവും വരുത്തി കീർത്തി ആർജിച്ച് രാമൻ രാജ്യം ഭരിക്കുന്നു. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈദവ്യ ദുഃഖമില്ല, കള്ളന്മാരില്ല, മഴ വേണ്ട സമയത്ത് പെയ്യുന്നു, സസ്യപരിപൂർണമായ ധരിത്രി, ബാലമരണമില്ല, എല്ലാവരും രാമഭജനത്തിൽ മുഴുകിയിരിക്കുന്നു. അന്യരുടെ ഭാര്യയും സ്വത്തിനെയും ആരും മോഹിക്കുന്നില്ല. എല്ലാവർക്കും അനുകമ്പ, നല്ലതാണെന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ. കുട്ടികളെ രക്ഷിക്കുന്ന പോലെയാണ് രാമൻ പ്രജകളെ രക്ഷിച്ചത്. രാമന്റെ രാജ്യം വൈകുണ്ഠത്തിന് തുല്യമായി, വികുണ്ഠതയില്ലാത്ത, ദുഃഖമില്ലാത്ത രാജ്യമായിട്ട് മാറി.
അതുകൊണ്ടാണ് നാം ഇപ്പോഴും രാമരാജ്യം എന്ന സങ്കല്പം നമ്മുടെ മനസ്സിലുള്ളത്. ഭാരതം രാമരാജ്യമാക്കി മാറ്റാൻ വേണ്ടി നാം എപ്പോഴും ശ്രമിക്കുന്നതാണ്. വൈകുണ്ഠത്തിന് തുല്യമായ ഒരു രാജ്യം, അതായിരുന്നു രാമന്റെ രാജ്യം. ഇനി ഫലശ്രുതി പറയുന്നത് അതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ്. അധ്യാത്മരാമായണം അത്യുത്തമോത്തമമാണ്, അത്യുത്തമങ്ങളിൽ ഉത്തമമാണ്, ഏറ്റവും ഉത്തമമാണ്, ശിവനാൽ പറയപ്പെട്ടതാണ്. ഇത് വായിക്കുന്ന മനുഷ്യന് ഒരു സംശയമില്ല, മുക്തി ലഭിക്കും, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ധനം, ധാന്യം, മിത്രങ്ങൾ, ശത്രുവിനാശനം, ദീർഘായുസ്, സൗഖ്യം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനം, പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രൻ, വിഘ്നങ്ങളുള്ളവർക്ക് അത് മാറിക്കിട്ടും. ആധ്യാത്മിക, ആദി ഭൗതിക, ആദി ദൈവിക, അതായത് താപത്രയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി രാമായണം വായിച്ചാൽ മതി. ധർമ്മ മോക്ഷങ്ങളും ഇത് കാരണം നമുക്ക് ലഭിക്കും, എല്ലാ അഭീഷ്ടങ്ങളും ലഭിക്കും രാമായണം വായിച്ചാൽ. പക്ഷെ എപ്പോൾ, എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്നും ശുദ്ധമായി ഗുരുഭക്തിപൂർവം വായിക്കുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞാണ് പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതായ രാമായണ കഥ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്നുമാണ് വായിക്കേണ്ടത്. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കർക്കിടക മാസത്തിൽ മാത്രം വായിച്ചാൽ പോരാ, എന്നും വായിച്ചാലേ ഈ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാമായണ പാരായണം ശ്രീരാമ പട്ടാഭിഷേകത്തോടെ തന്നെ അവസാനിക്കുക എന്നതാണ് പതിവ്. ഇനി രാമായണത്തെക്കുറിച്ച് ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു അനാലിസിസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തേത്, കർക്കിടക മാസവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കഥ പറയുന്നത്, വാൽമീകി മഹർഷി രാമായണം എഴുതി ലവകുശന്മാരെ കൊണ്ട് ശ്രീരാമ സദസ്സിൽ വായിപ്പിച്ചത് കർക്കിടക മാസത്തിലാണ്. അതുകൊണ്ടുള്ള സിഗ്നിഫിക്കൻസ്. പിന്നെ കർക്കിടക മാസം പൊതുവെ നിഷ്ക്രിയത്വവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒരു മാസമാണ്. മഴ കൂടുതൽ, കൃഷി ചെയ്യാൻ പ്രയാസം. പിന്നെ ഇതിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടി പുരാണങ്ങൾ വായിക്കുക എന്നുള്ള ഒരു ഉപായമാക്കിയെടുത്തു. അത് മാത്രമല്ല, കുറെ നിഷ്ഠകൾ ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായി. ആരോഗ്യം, അതായത് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി മരുന്നും മന്ത്രവും മറ്റ് നിഷ്ഠകളും ഒക്കെ ആചരിച്ച് അടുത്ത ഒരു നല്ല വർഷം, ഐശ്വര്യമായിട്ടുള്ള ഒരു വർഷം വരാൻ വേണ്ടി ഈ ഒരു മാസം ഇതിനായിട്ട് നീക്കിവെച്ച് ആരോഗ്യ പരിപാലനത്തിനും ഭക്തിക്കും വേണ്ടി മാറ്റിവെച്ചതാണ് കർക്കിടക മാസം എന്നും പറയപ്പെടുന്നുണ്ട്. അതെ, ഇന്ന് കർക്കിടക മാസം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഐശ്വര്യപൂർവമായ പുതുവർഷം ഞാൻ ആശീർവദിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാമായണത്തിലെ ഏതാനും ലോകോക്തികൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, ജാതനാണെങ്കിൽ വരും സുഖം ദുഃഖവും. അതായത് നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ നമ്മൾ പെടുമ്പോൾ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്, നമുക്ക് മാത്രം എന്താണ് ദുഃഖം. പക്ഷെ മനസ്സിലാക്കുക, എപ്പോൾ ജനിച്ചാൽ സുഖവും ദുഃഖവും എപ്പോഴും ഉള്ളതാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ നമുക്കതിൽ കൂടെ കടന്നു പോകാനുള്ളതാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നേ വരൂ. അതെ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തന്നെയാണ് നാം അനുഭവിക്കുന്നത്, അതിനൊരു സംശയമില്ല. കള്ളനായ രത്നാകരനെ ശ്രേഷ്ഠനായ ഒരു ആദി കവിയായി മാറ്റിയെടുത്ത ഉപദേശമാണിത്. നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഉള്ള ഒരു കടിഞ്ഞാണായി നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം പ്രസിദ്ധമായ പ്രാർത്ഥന സ്കൂളിൽ നമുക്ക് ഓർക്കാം. ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, ദൈവമേ കാത്തുകൊള്ളണേ എന്നുള്ള സ്കൂളിലെ പ്രാർത്ഥന ശരിയാണ്. ശ്രീരാമന് സ്വന്തം വരനേക്കാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കൈകേയിയെ മന്ദര മാറ്റിയെടുത്തത് ഈ കൈകേയിയുടെ ഭോഗങ്ങളിലുള്ള ആശ കൊണ്ടാണ്. അതായത് രാജപത്നി ആകണം എന്നുള്ള ആഗ്രഹം. രാമനെ കുറിച്ച് കേൾക്കുന്നില്ല എന്നറിഞ്ഞിട്ട് മന്ദര പ്ലേറ്റ് മാറ്റി വെച്ച് അത് ദശരഥൻ ചതിച്ചതാണ്. ഭരതനില്ലാത്ത സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകം ചെയ്തത്. അതുകൊണ്ട് പിന്നെ കൗസല്യ രാജമാതാവാകും, നീ ദാസിയാകേണ്ടി വരും എന്ന് പറഞ്ഞ് മാറ്റിയെടുത്തതാണ്. അപ്പോ സ്വർണമാണെങ്കിലും ചെളി പറ്റിയാൽ അത് നിഷ്പ്രഭമാകും. ഇതും നമുക്ക് മാർഗദർശിയായി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. കൂടുതലും സജ്ജനങ്ങളുമായുള്ള അടുപ്പം നമ്മൾ വെക്കേണ്ടതാണ്. സജ്ജന സംഘം കൊണ്ടാണ് മനഃശുദ്ധിയും ശക്തിയും നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകുകയും ചെയ്യുന്നത് അതിലൂടെ മാത്രമാണ്.
പിന്നെ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ശരിയാണ്, പ്രതിസന്ധികൾ നമുക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യരെ ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മൾ പറയാറുള്ളത് പോലെ, ശരിക്കും പറയാറുള്ളത്, പാലം കടക്കുന്നവരെ നാരായണ അത് കഴിഞ്ഞ് കൂരായണ എന്ന് പറയാതെ എപ്പോഴും ഈ ജീവിതം തന്നവരോടും നമ്മെ രക്ഷിക്കുന്ന നയിക്കുന്ന ദൈവത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക. രാമായണം ഒരു കുടുംബ കഥയായി നമുക്ക് കാണാം. ഒരു മാതൃക കുടുംബം, പുത്രവത്സലനായ പിതാവ്, പ്രജാവത്സലനായ രാജാവ്, പതിവ്രതാരത്നമായ ഭാര്യ, പരസ്പരം എന്തു ത്യാഗവും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, സ്വാമി ഭക്തരായ ഭൃത്യന്മാർ. അന്നും ഇന്നും ഇവരെല്ലാം ഉത്തമ മാതൃകളല്ലേ? നമുക്ക് ഇന്നത്തെ വ്യവസ്ഥയുമായി ഇതൊന്ന് തുലനം ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ വികാരഭരിതമായ യഥാതഥമായ ചിത്രത്തിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് രാമായണം എന്ന് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലെ ഒരു കഥയുള്ളത് വിക്രമാദിത്യ സഭയിലെ നവരത്നങ്ങളിൽ ഒരാളായ വരരുചിയോട് രാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം എന്താണെന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഉത്തരം അറിയാതെ കാട്ടിലൂടെ തിരിഞ്ഞു നടക്കുമ്പോൾ രണ്ട് കിളികൾ തമ്മിലുള്ള സംഭാഷണം, അന്ന് അദ്ദേഹത്തിന് കിളിയുടെ ലാംഗ്വേജ് അറിയാമായിരുന്നു, സംഭാഷണം കേൾക്കുന്നു. അപ്പോൾ ഒരു കിളി മറ്റേ കിളിയോട് പറയാണ്, ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്, രാമായണത്തിൽ ഏറ്റവും നല്ല ശ്ലോകം ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് അറിഞ്ഞൂടാ ഈ ശ്ലോകമാണ് നല്ലതെന്ന്. ഏത് ശ്ലോകമാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛദാത യഥാസുഖം. പ്രസിദ്ധമായ ശ്ലോകം. അതായത് സുമിത്ര ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്, ജ്യേഷ്ഠനെ അച്ഛനായി കാണുക, രാമനെ ദശരഥനായിട്ട് കാണുക, ജ്യേഷ്ഠത്തിയെ അമ്മയായി കാണുക, മാം വിദ്ധി ജനകാത്മജാം, എന്നെ ജ്യേഷ്ഠത്തിയെ സീതയെ ഞാനായി കാണുക, കാനനത്തെ അയോധ്യയായി കാണുക. കാരണം അവിടെ പോയി കാര്യങ്ങൾ നിർവഹിക്കാനുള്ളതാണ്. കാനനത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതിനെല്ലാം തരണം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തണം. അതെല്ലാം സഹിക്കണം, രാമനോട് കൂടി നിൽക്കണം, ജ്യേഷ്ഠനല്ല അച്ഛനായി തന്നെ കരുതണമെന്ന ഉപദേശം. ഈ ഉപദേശം എല്ലാ അമ്മമാർക്കും മക്കൾക്ക് നൽകാനുള്ളതാണ്. ഇത് രാമായണത്തിലെ പ്രസിദ്ധ ശ്ലോകമാണ്, നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. വേറെ ഒന്നുള്ളത്, കൗസല്യ മകന് കൊടുക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എല്ലാ ഈശ്വരന്മാരെയും നിർത്തി പ്രാർത്ഥിക്കുന്നത്, പലതവണ നോക്കി ശ്രീരാമനെ കാട്ടിൽ അയക്കാതിരിക്കാൻ വേണ്ടി. അതായത് ഭരതൻ നാട് ഭരിച്ചോട്ടെ, രാമൻ എന്തിനാണ് കാട്ടിലേക്ക് പോകുന്നത് എന്ന് ദശരഥനോടും രാമനോടും തന്നെ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ അച്ഛനെ ആക്രമിച്ച് രാജസ്ഥാനം ഏറ്റെടുക്കാൻ ഈവൻ ദശരഥൻ തന്നെ പറയുന്നതാണ്. പക്ഷെ അതെല്ലാം ഒന്നും നടക്കാത്തതുകൊണ്ട് ഒടുവിൽ രാമന് അനുവാദം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാ ദേവതമാരോടും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എല്ലാ അമ്മമാർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതികെട്ട് ഉറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവൻ നിങ്ങൾ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാ ദൈവങ്ങളോടും തൻ്റെ മകനെ എപ്പോഴും കാത്തുകൊള്ളണേ എന്ന്, അതായത് ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ് മകനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് വേറെ ഒരു സന്ദർഭമാണ്. രാമായണത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്ന 1-2 സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കൺക്ലൂഡിങ് റിമാർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, രാമായണത്തിന്റെ സിഗ്നിഫിക്കൻസ്, അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം വാൽമീകിയാണ് രാമായണത്തിലൂടെ ആദ്യമായി കൊണ്ടുവന്നത്. ഭാരതം ഒരു ദേശരാഷ്ട്രമായി പ്രത്യക്ഷപ്പെടുന്നത് ആദ്യ കാവ്യത്തിലാണ്. വിഭീഷണനെയും സുഗ്രീവനെയും സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്ത ശ്രീരാമൻ ഭാരതത്തിലെ വിവിധ ജനവിഭാഗങ്ങളിലൂടെ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. നാനാത്വത്തിലെ ഏകത്വം വിവിധ സംസ്കാരങ്ങളിലൂടെ ആണെങ്കിലും ഭാരതീയമായ സനാതന ധർമ്മത്തിലൂന്നിയ സംസ്കാരം ഉറച്ചത് ഇതിഹാസങ്ങളിലൂടെയാണ്. രാമായണ മാസാചരണം, നമ്മളിപ്പോൾ ആചരിക്കുന്ന പോലെയുള്ള രാമായണ മാസാചരണം പോലുള്ള പരിപാടികൾ ഇങ്ങനെയുള്ള മൂല്യബോധങ്ങൾ, പ്രജാപരിപാലനം, സ്നേഹം, ത്യാഗം എന്നുള്ള മൂല്യങ്ങളെ രക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്ന് നമ്മളെല്ലാം ഓർമ്മിക്കുകയാണ്, വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് രാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.
ഹരി ഓം അക്ക. ഹരി ഓം. അങ്ങനെ രാമായണ പാരായണം 2025 ഏകദേശം പൂർണ്ണമാകുന്നു. ഇനി കുറച്ച് നിമിഷങ്ങളുണ്ട്. ഈ വർഷത്തെ പാരായണത്തിനെ കുറിച്ച് ആർക്കെങ്കിലും അനുഭവം പറയാൻ കുറച്ച് നിമിഷങ്ങളുണ്ട്. ഹരി ഓം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ വിളിക്കാം. നമ്മൾ ഓൺലൈനിൽ രാമായണം വായിക്കുന്നത് ഒരു വാർത്താമൂല്യമുള്ള ഒരു സമയം ആ വർഷം നമ്മൾ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു സിന്ധു അക്കയുടെ കോൺടാക്ട്സിൽ മാതൃഭൂമിയിൽ കോഴിക്കോട് എഡിഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായി രാമായണം വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ചിത്രമിട്ട് അതൊരു വാർത്തയായിട്ട് വന്നായിരുന്നു. ഇപ്പം ഇത് വാർത്തയല്ല, ഇപ്പം ഇത് പലരും ചെയ്യുന്നുണ്ട്. ഏതായാലും അന്ന് തുടങ്ങിയ നമ്മൾ കഴിഞ്ഞ 5 പ്രാവശ്യമായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നു. ഹരി ഓം വത്സലാക്ക, പറഞ്ഞോളൂ. ഹരിയമ്മണ്ണ, അത് ഹരി ഓം. ഓരോ വർഷം കേൾക്കുമ്പോഴും തോന്നും ഇനിയിപ്പോ അടുത്ത വർഷം പ്രത്യേകിച്ച് ഒന്നും കേൾക്കാനില്ല എന്ന്. പക്ഷേ പിന്നീട് പിറ്റേ വർഷം കേൾക്കുമ്പോൾ പുതുതായിട്ട് കുറെ കാര്യങ്ങൾ വിവരണങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും പുതുമ നിറഞ്ഞതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും മടുപ്പ് തോന്നുന്നില്ല. ഇനിയിപ്പോ അടുത്ത വർഷത്തെ പാരായണവും വിവരണവും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുക മനസ്സുകൊണ്ട്. ഹരിയമ്മണ്ണ, ഹരി ഓം അക്ക. വളരെ ഹരി ഓം. ശരിയാണ്. ഹരി ഓം ഇന്ദ്രാക്ക. ഹരിയമ്മണ്ണ. ഹരിയമ്മണ്ണ, ഈ പഞ്ഞമാസമായാലും എന്തായാലും കർക്കിടകത്തിലെ ഈ രാമായണ വായന ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. അതേപോലെ നല്ല ഷെഡ്യൂളിങ്ങിലൂടെ ഇത് ഈ വർഷം നല്ല ഷെഡ്യൂൾ, എല്ലാ വർഷവും നല്ലതാണ്, എന്നാൽ ഒന്നും കൂടെ മെച്ചപ്പെട്ട് വരികയാണ്. സിന്ധു അക്കയ്ക്ക് അതിന് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. അതേപോലെ SP വൈസസിനും. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും ഇത് കയറി കേട്ട് ഇരിക്കുമായിരുന്നു. അതുപോലെ രാവിലെ അത് ചൊല്ലാറുണ്ട്. രാമായണം ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് ഇത് കർക്കിടക മാസത്തിൽ ഇത് കഴിഞ്ഞു. ചിങ്ങത്തെ വരവേൽക്കുകയാണെങ്കിലും ഒരു വിഷമമുണ്ട്. ഇത്രയും ദിവസം ഇത് ചൊല്ലിക്കൊണ്ടിരുന്നു, ഇനിയും ചൊല്ലാം. എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. ഹരി ഓം. സിന്ധു അക്ക എന്തെങ്കിലും പറയാനുണ്ടോ? ഗൗരി ദേവി അക്ക അത് കഴിഞ്ഞിട്ട് പറയാം. എന്താ പറയണ്ടേ, തയ്യാറാകുമ്പോ അക്ക പറഞ്ഞതുപോലെ ഒരു സങ്കടം തോന്നുന്നു. പിന്നെ എല്ലാവരോടും നന്ദി പറയാനുണ്ട്. ആദ്യം തന്നെ ദൈവത്തിന് ഈ ഒരു അവസരം തന്നതിന്, നമ്മുടെ SBIS സമിതിയോടും ഗോപണ്ണനോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം സഹകരിച്ച എല്ലാവരോടും, എല്ലാവരുടെ സഹകരണം കൊണ്ട് മാത്രം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. കൂടാതെ എല്ലാ ദിവസവും ഇവിടെ വന്ന് ശ്രോതാക്കളായി ഇരുന്ന നമ്മുടെ യോഗ ബന്ധുക്കളോട്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട്, ആ ഒരു സെഷൻ എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സെഷനാണ്. എല്ലാവരോടും നന്ദി. ഹരിയാണ്. ഹരിയോ അണ്ണ. പക്ഷേ ഈ രാമായണം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ മാത്രം വായിച്ച് മടക്കി വെക്കാനുള്ളതല്ല. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. നമുക്കിതെന്നും വായിക്കാം, എന്നും വായിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇത് എന്താണ്, എന്നും ഒരു പരമ്പരയായി കൊണ്ടുപോകേണ്ട ഒരു ഭക്തി മാർഗം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടെ ശീലിക്കാൻ ശ്രമിക്കണം. കർക്കിടക മാസത്തിൽ മാത്രം എടുത്ത് നമ്മൾ പൊടി തട്ടാതെ എന്നും സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് ഇതിനെ ഒന്ന് വായിക്കുമ്പോൾ നല്ലതാണ്. ഹരി ഓം അക്ക. ഹരി ഓം. ഹരി ഓം. ഗൗരി ദേവി അക്ക. ഹരിയമ്മണ്ണ, എല്ലാ വർഷത്തെമാലും വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള നമ്മുടെ കുട്ടികളുടെ വായനയായിരുന്നു. അവർക്ക് അതൊക്കെ വായിക്കാനും പിന്നെ വായിക്കാൻ അറിയാത്തവർക്കും കൂടി ഒരു 4 വരെയെങ്കിൽ 4 വരി വായിക്കാനുള്ള ഒരു ഇത് കൊടുക്കാനും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഇതേമാതിരിയായിരുന്നു. ഞാൻ SBIS വന്നതിന് ശേഷമാണ് വായിക്കാൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ വർഷവും വായിക്കണം എന്നുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് വായിക്കാൻ അറിയാത്തവർക്കും ഒരു 4-5 വരിയെങ്കിലും വായിക്കാനുള്ള അവസരം കൊടുത്തത്, പിന്നെയുള്ള എല്ലാ ഷെഡ്യൂളിങ്ങും സത്യമായിട്ടും സിന്ധു അക്കയ്ക്ക് വലിയൊരു ഇത് നന്നായിരുന്നു അണ്ണ. ഇപ്രാവശ്യത്തിൽ നിന്നല്ല, എല്ലാ വർഷത്തെ മാതിരി തന്നെ പുതുമ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഓരോ. ഹരി ഓം. അതെ. ഹരി ഓം അക്ക. ഹരി ഓം. സരോജിനി അക്ക. ഹരിയമ്മണ്ണ, രാജമ്മൊക്കെ പറഞ്ഞ പോലെ നമ്മളിപ്പോ പുസ്തകം മടക്കി വെക്കാതെ നമ്മുടെ ജ്ഞാനപ്പാന, അതുപോലെ ഹരിനാമ കീർത്തനം, അതൊക്കെ രാവിലെ ചൊല്ലുന്നത് പോലെ ഈ
ഓരോ ഗണയും ഓരോ ദിവസം ഓരോ ഹെഡ് മാത്രം ഒന്ന് വായിച്ചാൽ 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് വായിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തീർത്തും മടക്കി വെക്കണ്ട. ഓരോ ഓക്കെ. ഗണയുടെയും ഓരോ ആൾക്കാര് ചൊല്ലിയാൽ മതി. ഹരിയോം അക്ക, ഹരിയോം. ഹരിയോം ജയശ്രീ അക്ക, ഹരിയോം. ഹരിയോ അണ്ണ, എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ ക്ഷേത്രത്തിലും ഞങ്ങളുടെ NSS സമാജത്തിലും ഒക്കെ നമ്മൾ സമ്പൂർണ്ണ വായനയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു. കാര്യം ഞാൻ ഇന്ന് ഇവിടെ പറയുകയും ചെയ്തു, നമ്മളിവിടെ ക്ഷേത്രത്തിൽ ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ആരെങ്കിലും മൈക്കിലൊക്കെ മുന്നിലിരുന്ന് ഇങ്ങനെ വായിക്കും. ഒറ്റ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല, അവരവിടെ സംസാരിക്കും മിക്കവാറും. പിന്നെ ഒറ്റ കുട്ടികൾ പങ്കെടുക്കാറില്ല, ഇത് വരത്തില്ല എത്ര വിളിച്ചാലും. പക്ഷേ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ SPYSന് മാത്രമേ കഴിയുള്ളൂ. എന്ത് കുട്ടികൾ പങ്കെടുത്ത് നന്നായിട്ട് അതൊരു വലിയ സന്തോഷമാണ്. ഇവിടെ എങ്ങും ആരും അങ്ങനെ കുട്ടികൾ ഇരിക്കാറില്ല, വരാറില്ല. ഒന്നീ പറയാം അവർക്ക് ട്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലൊന്നും വരില്ല. അതുപോലെ പ്രായമായൊരു ഒരാൾ നന്നായിട്ട് വായിച്ചാലും മറ്റുള്ളവർ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഒരാൾ വായിക്കുമ്പം ആര് വായിച്ചെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെല്ലാം ശ്രദ്ധയോടെ ആ രാമായണത്തിൽ നോക്കി അവരിയ്ക്കുന്ന വളരെ അതിശയം. നമ്മൾ ഓൺലൈനിലായി നടത്തുന്നെന്ന് ഓർക്കണം. ഇവിടെ ഓഫ്ലൈൻ നടത്തിയിട്ട് ആരും അത് നോക്കത്തുമില്ല, അവരോടും സംസാരിക്കും, കുറേ പേര് ആരെയും വായിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ വെറുതെ വായിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ക്ഷേത്രങ്ങളിൽ ഇവിടെയൊക്കെ വെറുതെ പാരായണം ചെയ്തു പോവാം. പക്ഷെ നമ്മുടെ ഈ സാരാംശം, ഒരുപാട് മഹത് വ്യക്തികൾ വന്ന് നല്ല നല്ല സാരാംശങ്ങളും അതിൻ്റെ തത്വങ്ങളും ചർച്ചകളും ഒരുപാട്. ഞാനിത് തുടങ്ങിയത് 2021 ആദ്യമായിട്ട് ഞങ്ങളിത് തുടങ്ങിയത്. ഞാനൊരു ആശയം സിന്ധുവൊക്കെയോട് പറഞ്ഞപ്പോൾ അത് ഗോവണ ഹെൽപ്പ് ചെയ്തു, അങ്ങനെ ഇത് വന്നത്. പക്ഷെ അന്ന് ഒരിക്കലും ചിന്തിച്ചില്ല ഇത്ര നന്നായ രീതിയിൽ ഇത് വരുമെന്നുള്ളത്. ഒരിക്കലും ചിന്തിച്ചില്ല. ഓരോ വർഷവും നന്നായിട്ട് വരികയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ ചൊല്ലിയത്. അതിലേക്ക് എത്തിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഭാഷ പോലും അറിയാത്ത കുട്ടികളാണ്, അല്ലേ? ഇവിടെ കേരളത്തിലൊന്നും ഉള്ളവരൊന്നും അല്ലാതെ അവരെല്ലാം അവർക്കപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് വന്നു. അതൊരു വലിയ കാര്യം അടുത്ത തലമുറ. പിന്നെ ഇതിനകത്ത് ഇത്രയും പേര് എത്ര ശ്രദ്ധയോടെ ഇരിക്കും, ഞാൻ ഇന്നും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ അവർ വായിച്ച് മനസ്സിലാക്കുകയാണ് എല്ലാവരും. പക്ഷെ നമ്മുടെ ഇവിടെ പോലും പറ്റാത്ത, ഓഫ്ലൈനിൽ പറ്റാത്ത ഒരു കാര്യം ഇതിനകത്ത് വന്നതിൽ വളരെ സന്തോഷം. അത് പിന്നെ ഷെഡ്യൂൾ ചെയ്യുന്ന സിന്ധുവൊക്കെ അത് ഓരോരുത്തരെയും പാരായണത്തിനും കണ്ടുപിടിച്ച് സാരാംശത്തിനും കണ്ടുപിടിച്ചെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതിന് വളരെ സന്തോഷം. അതിനെല്ലാം പുറകിൽ അതിനെല്ലാം ഹെൽപ്പും തരുന്ന ഗോവണ്ണൻ, അതുപോലെ തന്നെ സുനൈനാക്ക, ഇത് റെക്കോർഡിങ് എല്ലാം വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. ഹരിയും ഹരിയോം. ഹരിയും. അങ്ങനെ നമുക്ക് ഇന്നത്തെ പാരായണത്തിലൂടെ ഈ വർഷത്തെ പാരായണം ഇവിടെ പൂർണ്ണമാക്കാം. ഇപ്പൊ ഇന്ന് പാരായണം ചെയ്ത ജയശ്രീ കെ അക്ക, സരോജിനി അക്ക, രമാക്ക, ഡോക്ടർ KB സുജാത അക്ക, അതേപോലെ അനുഗ്രഹ പ്രഭാഷണം പറഞ്ഞ സുജാത അക്ക, ബാക്കപ്പിൽ ഗിരിജ അക്ക ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. അതേപോലെ എല്ലാവരും പറഞ്ഞ പോലെ സിന്ധു അക്ക ആണ് ഇതിൻ്റെ എല്ലാം ഷെഡ്യൂളിങ് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്കിനി ശാന്തി മന്ത്രം അല്ലെങ്കിൽ ലോക കല്യാണ മന്ത്രം ചൊല്ലി നമുക്ക് സമാപിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരിയോം. ഹരിയും. അപ്പൊ ഇനി അടുത്ത വർഷത്തെ രാമായണത്തിൽ കാണാം. അല്ലെങ്കിൽ സരോജിനി അക്ക പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വായിക്കാം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം. ഹരി ഓം.